ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ചില ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചില ആവശ്യങ്ങൾ നമുക്ക് വൈവാഹിക ജീവിതത്തിൽ പ്രധാനമായിട്ടും ചിലപ്പോൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭർത്താക്കന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചില ആഗ്രഹങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുകയോ ചിലപ്പോൾ മറ്റു പുതിയ ആവശ്യങ്ങൾ നമ്മൾ അംഗീകരിക്കുകയോ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഇതെല്ലാം എല്ലാവർക്കും അംഗീകരിക്കാൻ വേണ്ടി പറ്റുകയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഈ വസ്ത്രധാരണം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ചില കാര്യങ്ങൾ ചില ഭർത്താക്കന്മാർ സമ്മതിച്ചു തരാം അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത്തരത്തിൽപ്പെട്ട നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത ഒരു വാർത്തയാണ് കർണാടകയിൽ നിന്ന് കേൾക്കുന്നത്. കർണാടകയിലെ ബലഗാമി ജില്ലയിലെ ഖാനാപൂരിലാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം നടന്നത്. മഞ്ജുള എന്ന് പറയുന്ന 30 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതിക്കാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായത് എന്നുള്ളതാണ്. ഭർത്താവിന് വീട്ടിൽ സാരി ധരിക്കണം, പക്ഷേ ഭാര്യ ധരിക്കുന്നതാവട്ടെ നേറ്റിയും. ഇതുമായി ബന്ധപ്പെട്ട് ഈ ദമ്പതികൾക്കിടയിൽ ക്രൂരമായ രീതിയിലുള്ള പല ആവൃത്തി ആക്രമണങ്ങളും അതുപോലെ തന്നെ സംവാദങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഈ മഞ്ജുള എന്ന് പറയുന്ന യുവതി വീട്ടിൽ നാറ്റി ധരിക്കുന്നു. അത് ഭർത്താവായ കൃഷ്ണ പാട്ടീൽ എന്ന് പറയുന്ന യുവാവിന് തീരെ ഇഷ്ടമല്ല താനും. അങ്ങനെ വീണ്ടും ധിക്കാരപൂർവ്വം നാറ്റി ധരിച്ചതിന് ഭർത്താവാട്ടെ ഭാര്യയെ തീ കൊളുത്തി എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഖാനാപൂർ ഹത്രവാദ ഗ്രാമവാസിയായ മഞ്ജുള പാട്ടീലിന് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ മഞ്ജുള എന്ന് പറയുന്ന ഈ യുവതിയെ കൃഷ്ണ പാട്ടീൽ വിവാഹം കഴിച്ചത് ഏകദേശം 8 വർഷം മുന്നെയാണ്. തുടക്കത്തിലൊക്കെ അവരുടെ ജീവിതത്തിൽ യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണ്. അദ്ദേഹത്തിന് തീരെ ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് തൻ്റെ ഭാര്യ വീട്ടിൽ നൈറ്റി ധരിക്കാൻ വേണ്ടി പാടില്ല, സാരി ഉടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം. എന്നാൽ മഞ്ജുളയ്ക്ക് ഇത് തീരെ ഇഷ്ടമല്ല താനും. കാരണം വീട്ടിലും നൈറ്റി ധരിക്കാനാണ് നമ്മുടെ മഞ്ജുളയ്ക്ക് ഒരുപാട് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇഷ്ടം അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭർത്താവായ കൃഷ്ണ പാട്ടീലിന് തീരെ സൗകര്യമില്ലായിരുന്നു. പല ആവൃത്തി ഇവർ തമ്മിൽ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയത് ഈ ഒരു ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഇത്തരത്തിൽപ്പെട്ട ഒരു സംശയം കൃഷ്ണ പാട്ടീലിൻ്റെ മനസ്സിൽ വർദ്ധിക്കുന്നു. അതിനുശേഷം പല ആവർത്തി പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷവും വീണ്ടും ഇത് ആവർത്തിച്ച ശേഷം കൃഷ്ണ പാട്ടീൽ സ്വന്തം ഭാര്യയെ തീ കൊളുത്തുകയാണ് എന്നുള്ളതാണ്. വളരെ സാരമായ രീതിയിൽ ഈ സഹോദരിക്ക് പൊള്ളലേൽക്കുന്നു. അതിനുശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ഒച്ച വെച്ച് അലർത്തതിന് ശേഷം നാട്ടുകാർ എല്ലാവരും ഓടിക്കൂടുന്നു. അതിനുശേഷം ഈ സഹോദരിയെ കാര്യമായ പൊള്ളലേറ്റ രീതിയിൽ സന്തക് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ബലഗാവിലെ ബ്രിംസ് ഹോസ്പിറ്റലിലാണ് ഈ സഹോദരിയെ പ്രവേശിപ്പിച്ചത്. അവിടെ നിന്ന് ആ സഹോദരി പോലീസിന് കൊടുത്ത മൊഴിയിലാണ് ഈ കാര്യം പറയുന്നത്. വളരെ സങ്കടം നിറഞ്ഞ ഒരു അവസ്ഥ തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ സാരമായ രീതിയിൽ ഏകദേശം ശരീരത്തിന് 70% പൊള്ളലേറ്റ രീതിയിലാണ് ഈ സഹോദരിയെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ ഒരു ഗ്രാമവാസിയാണ്, അതുപോലെ തന്നെ ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹത്തിന് വലിയൊരു മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് മറ്റ് ദുശീലങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ആവശ്യം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യയായ മഞ്ജുള നിഷേധിച്ചതിലുള്ള അമർഷമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇത്തരത്തിൽപ്പെട്ട ഒരു കടുങ്കൈ ചെയ്യിച്ചത് എന്നുള്ളത് തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വസ്ത്രധാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും എന്താണോ കംഫർട്ടബിൾ അത് തീർച്ചയായിട്ടും ആ ഡ്രസ്സ് ധരിക്കാനുള്ള ഒരു അവകാശം നമ്മുടെ ഭരണഘടന നമ്മൾക്കെല്ലാം അനുവദിച്ച് തരുന്നുണ്ട്. എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങളുടെ വൈവാഹിക ജീവിതത്തിന് ശേഷം നിങ്ങളുടെ ഭർത്താവ് അത്തരത്തിൽപ്പെട്ട ഒരാവശ്യം നിങ്ങളോട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലളിതമായ ഒരു ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് ഉപേക്ഷിച്ചത് കൊണ്ട് നിങ്ങൾക്ക് വലിയ ഒരു നഷ്ടമോ അല്ലെങ്കിൽ ഒരു പ്രത്യാഘാതമോ ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല. അത് ഉപേക്ഷിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ മഞ്ജുള എന്ന് പറയുന്ന സഹോദരിയും 30 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, അതുപോലെ തന്നെ കൃഷ്ണ പാട്ടീൽ എന്ന് പറയുന്ന ഇദ്ദേഹത്തിനും നല്ലൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമായിരുന്നു. പക്ഷേ ഒരു ചെറിയ വിട്ടുവീഴ്ച ഇല്ലായ്മയാണ് അദ്ദേഹത്തെ കൊണ്ട് ഈ ഒരു വലിയ ഒരു തെറ്റ് ചെയ്യിപ്പിച്ചത് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ആ സഹോദരിക്കിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റുമോ എന്ന് പോലും അറിയില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ 70% കൂടുതലൊക്കെ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ ഒരു സ്ഥിതി എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമാണ്.
ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും വർഷങ്ങൾ, ചിലപ്പോൾ 5-10 വർഷങ്ങൾ എടുത്താലും പഴയ പോലെ ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് പോലീസ് അധികാരികൾ ഇപ്പോൾ പറയുന്നത്. നാട്ടുകാർ പോലീസിനെ വിളിച്ചതിന് ശേഷം, നന്ദനം പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാർ വന്നതിന് ശേഷം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കിയ ശേഷം 14 ദിവസത്തേക്ക് ഇപ്പോൾ ഏതായാലും റിമാൻഡിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഈ റിമാൻഡ് കാലാവധി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏതായാലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തു വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ നാട്ടിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. ചില കേസുകൾക്കൊക്കെ കാര്യമായ ശിക്ഷകൾ ലഭിക്കാൻ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം, ചിലപ്പോൾ അദ്ദേഹത്തെ വെറുതെ വിട്ടേക്കാം. അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം വീണ്ടും മറ്റൊരു വിവാഹം കഴിക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ കുറ്റകൃത്യങ്ങളിൽ വീണ്ടും ഏർപ്പെടുന്നതും നമ്മുടെ നാട്ടിലൊരു സുപരിചിതമായ കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മൂന്നാമതൊരു കക്ഷിയുടെ ഉപദേശമോ അല്ലെങ്കിൽ ആവശ്യമോ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സ്വീകരിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കൗൺസിലിങ്ങിനോ അത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു പ്രവൃത്തിക്ക് ഹാജരാക്കി അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ ഒരാളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ ഭർത്താവിനെ തീർച്ചയായിട്ടും നിങ്ങൾ എത്തിക്കുക. അങ്ങനെ നിങ്ങൾ ആരും എത്തിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവസാനപരമായിട്ട് ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇത്തരം വലിയ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ കൊതിക്കാത്ത ഒരു വാർത്ത നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട ഒരു ദുരനുഭവം ഇനി ആരുടെയും ജീവിതത്തിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ മഞ്ജുള എന്ന് പറയുന്ന ഈ സഹോദരിക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കട്ടെ. ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.